ഞാൻ ഇന്നുണ്ടല്ലോ എൻ്റെ ഒരു അനിയനെ കാണാൻ വന്നേക്കുവാണ്. ഞാൻ വന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ ആർക്കും വരല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു അസുഖം തന്നെയാണ് ഇവനും വന്നേക്കുന്നത്. ആർക്കും വരാതിരിക്കട്ടെ. ആ ഒരു അസുഖത്തിൻ്റെ തുടർ ചികിത്സയ്ക്ക് ഒരുപാട് പൈസയുടെ ചിലവുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. എന്ത് അസുഖം, എന്താണ് അവൻ്റെ കാര്യങ്ങളെന്ന് അവനായിട്ട് തന്നെ പറയുവേ. എൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. എനിക്ക് 27 വയസ്സുണ്ട്. ഞാൻ കഴിഞ്ഞൊരു 3 വർഷ കാലയളവായിട്ട് IgA നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ്. ഏകദേശം ഒരു ഏപ്രിൽ തൊട്ട് ഇങ്ങോട്ട് ഡയാലിസിസ് ചെയ്താണ് ജീവൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്ന മുമ്പിലുള്ളത് ട്രാൻസ്പ്ലാന്റ് ആണ്. അപ്പോൾ അതിന് നല്ലൊരു എമൗണ്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കമ്മിറ്റി പോലെ കൂടിയിട്ട് മാക്സിമം ഒരു ഫണ്ടിൻ്റെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹായവും നമുക്ക് മുന്നോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് തുറന്നു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു റിക്വസ്റ്റായിട്ട് കൂട്ടിയാൽ മതി. എല്ലാവരും പറ്റുന്ന രീതിയിൽ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവനിപ്പം പറഞ്ഞതുപോലല്ല ഇവൻ്റെ കണ്ടീഷൻ ഇച്ചിരി സീരിയസ് ആണ്. ഡോക്ടർമാർ അർജൻറ്റായിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് ഇവൻ്റെ കണ്ടീഷനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇവനൊരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുകയാണ്. അതായത് ഇവൻ്റെ ഒരു ചിലവിലാണ് ഇവൻ്റെ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു അസുഖത്തെ തുടർന്ന് ഇവന് ജോലിക്ക് പോകാനോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ള ഇതില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുക. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുവാണ്. ഒരുപാടൊന്നും വേണ്ട, നിങ്ങളാ കഴിയുന്ന എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. ഇവന് ആകെ 27 വയസ്സേ ഉള്ളൂ. ഇനിയും ജീവിതം മുന്നോട്ടുണ്ട്. അപ്പം ഇവൻ്റെ അച്ഛനെയും അമ്മയും നോക്കേണ്ട ഒരാളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിലേ ഇനി അവന് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളാ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം ഈ കുഞ്ഞിന് വേണ്ടി ചെയ്തു കൊടുക്കുക. അപ്പം ചേച്ചി പറഞ്ഞതിൻ്റെ തൊട്ട് എല്ലാവരും നമ്മളെയൊന്ന് സഹായിക്കണം പറ്റുന്ന രീതിയിൽ. കൂടാതെ ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ച് നമുക്കിത് കഴിയുന്നതും നേരത്തെ ഇതൊന്ന് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. എല്ലാവരുടെയും പ്രാർത്ഥന ഒപ്പം ഉണ്ടായിരിക്കണം.